friends, this big forest. I'm in the middle of the forest right now. So lots of wild animals live here. I saw many things when I was young. I saw wild pig and many things. It's a wonderful journey. I have a bit afraid because it's a jungle. Anything will be happen. അങ്ങനെ ഞാൻ നടക്കാൻ തുടങ്ങി അവിടുന്ന്. അപ്പോൾ ഒരാൾ പോകുന്ന ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൂടെ രണ്ട് സൈഡും ഇങ്ങനെ അക്കേഷ്യത്തിൻ്റെ മരങ്ങളും അതുപോലെ പല മുള്ളു മരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലത്ത് ഇവിടെ ഒരുപാട് കശുവണ്ടി വൃക്ഷങ്ങളും അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ. അതിമനോഹരമായ കാഴ്ചകൾ. ഒരു ഭാഗത്ത് തെങ്ങും തൈകളും, ഒരു ഭാഗത്ത് ഇങ്ങനെ കാട് പിടിച്ചിരിക്കുന്ന വളരെ ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളും. രാത്രി കാലങ്ങളിൽ ഇവിടെ വന്യജീവികളുടെ ഒരു വലിയ കാഴ്ച തന്നെ കാണാം. കാട്ടുപന്നി, മുയൽ, മുള്ളൻപന്നി, അതുപോലെ പല കാട്ടുമൃഗങ്ങളും വന്യജീവികളും ഉള്ള സ്ഥലം കൂടിയാണിത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. വിറക് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇതാണ് ഇവിടെ 2 കുളങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയ കുളം. പണ്ടൊക്കെ ഞങ്ങൾ അവിടെ മീൻ പിടിക്കാമായിരുന്നു. പിടിച്ചാൽ വരാൽ പോലെയുള്ള മത്സ്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ കുളമാണ് ഇപ്പുറത്തുള്ളത്. ഇതും ഒരു വലിയ കുളം തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ വയലിൻ്റെ ഒരു കാഴ്ചകൾ. അതിമനോഹരമായ വയലുകളും ഏക്കർ കണക്കിന് വയലുകളും. ഇപ്പോൾ ഒരു വേനൽക്കാലമായതുകൊണ്ട് ആരും കൃഷി ചെയ്യുന്നില്ല. പിന്നെ അങ്ങോട്ട് കുറേ കവുങ്ങിൻ മരങ്ങളും പിന്നെ തെങ്ങുകളും ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പുറത്തെങ്ങ് പയ്യു മേയുന്നത് കാണാം. പിന്നെ കുറേ പുല്ലും കൂടെ ഉള്ള സ്ഥലം കൂടിയാണ്. ഞങ്ങൾ തോട്ടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ വയലെന്ന് പറയുന്നുള്ളത്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വയലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാണ്. കവുങ്ങിൻ തൈകളും അതുപോലെ പല മെയിനായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഉള്ള ഒരു കൃഷി എന്ന് പറയുന്നത് തെങ്ങിൻ തൈകളും കവുങ്ങിൻ തൈകളുമാണ്. അപ്പോൾ വളരെ ലാഭത്തോടു കൂടിയാണ് ഇപ്പോൾ കൃഷി. അതിൻ്റെ തേങ്ങയ്ക്കും അടയ്ക്കയ്ക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ. അങ്ങനെ റൈറ്റ് സൈഡിൽ എൻ്റെ ഒരു വലിയൊരു ചെറിയ ഒരു അരുവിയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് കാണാം. പഴയ കാലങ്ങളിൽ കുറേ കർഷകർ ഇവിടെ പണിയെടുത്തിട്ടും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ആൾക്കാർ കുറവാണ്. ഇപ്പോൾ മെഷീനും കാര്യങ്ങളൊക്കെ വന്ന ശേഷം. അങ്ങനെ തോട്ടിൻ്റെ സൈഡിൽ കൂടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ തോടിൽ വെള്ളം വറ്റാറായി, കലക്ക വെള്ളവുമായി. ഇപ്പോൾ അങ്ങനെ
യാത്ര തുടരുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു തോട്. അപ്പോൾ ഇതൊരു എല്ലാം ഓലയൊക്കെ വീണിട്ട് കുറച്ച് നാശമായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു നല്ല വ്യൂ കാണാം. ഞങ്ങൾ യാത്ര പോവുകയാണ്. അങ്ങനെ നടന്നതാണ് യാത്ര പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് അരുവി കാണാം. വളരെ വൃത്തിയുള്ള ഒരു നമുക്ക് കാണാൻ പറ്റും. ഒരു മലിനവും ഒരു വേസ്റ്റും ഇല്ലാതെ ഇരിക്കുന്ന ഒരു നദി കൂടിയാണ്. കാരണം ഇവിടെ അടുത്തെങ്ങും വീടുകളും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ആരും പൊതുവെ ഇവിടെ വേസ്റ്റൊന്നും കൊണ്ടിടാറില്ല. പൊതുവെ മിക്ക കേരളത്തിലുള്ള കാഴ്ചയാണ് നദികളിൽ വേസ്റ്റ് കൊണ്ടിടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ അപ്പുറത്തൊരു ചെറിയൊരു പാലം കൂടി കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ നദിയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വലിയ വലിയ വരാല് പോലെയുള്ള മത്സ്യങ്ങളും പിന്നെ മഡ് ക്രാബുകളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് ഇവിടെയുള്ള ഒരു പാലം. ചെറിയൊരു പാലം കൂടെ ആണ്. ഇത് കടന്നിട്ടാണ് അപ്പുറത്ത് സിറിയ സ്കൂള്, ഗവൺമെൻറ് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ പൊളയത്തുള്ള പിന്നെ ഈ പ്രദേശത്തുള്ള കുട്ടികൾ ഒരു വലിയ കുന്ന് കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നുള്ളത്. ഇനി ഞാൻ യാത്ര തുടരുകയായി. എൻ്റെ ഉമ്മമ്മയുടെ വീട് അവിടെയാണ്. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ്. അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഉള്ള ഒരു വയലിൻ പ്രദേശം. അപ്പുറത്ത് നിങ്ങൾക്ക് കൊക്കുകളൊക്കെ കാണാൻ പറ്റും. കൊക്ക് അതിനുള്ള ഇരകൾ തേടിയിരിക്കുകയാണ്. പിന്നെ ചീരകൃഷിയും പിന്നെ മറ്റു ഉരുളക്കിഴങ്ങും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൃഷി സ്ഥലം. ഞങ്ങൾ ഒരുപാട് പച്ചക്കറികളും അതുപോലെ പല വിഷയങ്ങളും അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓർഗാനിക്കാണ് മൊത്തത്തിൽ. പിന്നെ ഇവിടുത്തെ ഒരു ശാന്തത നിങ്ങൾക്ക് കാണാം. പശുവും അവിടെ ഇരുന്നിട്ടുണ്ട്. 10 വർഷത്തോളമായി ദുബൈയിലിരുന്ന ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കൊരു നല്ലൊരു കണ്ണിനൊരു കുളിർമയേകുന്ന ഒരു അനുഭവം കൂടിയാണ്. അപ്പോൾ വരുന്ന വഴിയിൽ എനിക്കൊരു വരാലിനെ കണ്ടു. അതാണ് ഒരു വരാൽ, വലിയ വരാണ്. ഒരു കൂട്ടം വരാലുകളുണ്ട് അവിടെ. പക്ഷെ വെള്ളം കുറവാണ്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു രസമാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ചെയ്യുക.